வாழ்க வையகம் வாழ்க வையகம் வாழ்க വളമുടൻ. യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം അധ്യായം 13 ഭാഗം 4. നിങ്ങൾ ഒരു വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണെന്ന് സങ്കല്പിക്കുക. ചില സർക്കാർ നിയമങ്ങളുടെ ഫലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിസ വൈകുന്നു. ഈ കാലതാമസത്തിൽ നിങ്ങൾ കോപിച്ചലറിയിട്ട് ഒരു കാര്യവുമില്ല. ഈ പ്രശ്നം സ്വമേധയാ പരിഹരിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. അതിനാൽ ഇത്തരം പ്രശ്നങ്ങളെ മൂന്നാം വിഭാഗത്തിൽപ്പെടുത്തി പ്രകൃത്യായുള്ള പരിഹാരത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ വിവാഹിതനാകാൻ ആഗ്രഹിച്ച് ഒരു ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പൂർണ്ണമായി സമ്മതിയായ ഒരു പങ്കാളിയെ കണ്ടുപിടിക്കാനാകുന്നില്ല. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം സമൂഹത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ ഉപേക്ഷ കാണിക്കാതെ പ്രകൃതിയും സമൂഹവും യഥാസമയം ഈ പ്രശ്നം പരിഹരിക്കുന്ന വിശ്വാസത്തോടെ, ക്ഷമയോടെ, ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളെയും മൂന്നാമത്തെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ഉദരസംബന്ധിയായ പെട്ടെന്നുള്ള വേദന കൊണ്ട് നിങ്ങൾ വലയുകയാണെന്ന് കരുതുക. നിങ്ങൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു. അവിടെയുള്ള ഡോക്ടർ നിങ്ങളുടെ രോഗം ആന്ത്രവീക്കം കൊണ്ടാണെന്ന് നിർണ്ണയിക്കുകയും എത്രയും പെട്ടെന്നുള്ള ശസ്ത്രക്രിയയാണ് പരിഹാരമാർഗമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ പരിഹാരമാർഗം സ്വീകരിക്കുകയാണ് കരണീയം. ശസ്ത്രക്രിയ പിന്നീടാകാമെന്ന് കരുതി മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ജീവന് തന്നെ അപകടമായേക്കാം. അതുപോലെ കൂട്ടുകുടുംബത്തിലോ കൂട്ടുകച്ചവടത്തിലോ ഉണ്ടാകുന്ന അനൈക്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അവ സങ്കീർണമായി മാറും. സഹോദരങ്ങൾ തമ്മിലുള്ള സ്വത്ത് തർക്കം നിയമാനുസാരിയായ സ്വത്ത് വിഭജനത്തിലൂടെ പരിഹരിക്കണം. ഇത്തരം പ്രശ്നങ്ങളെ നാലാമത്തെ വിഭാഗമായ ഉടനടി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളിൽ പെടുത്താം. ഇപ്രകാരം ഓരോ പ്രശ്നത്തെയും അപഗ്രഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥവും ശാന്തവുമാകും. എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക എന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അനാവശ്യമായ ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ ഭൗതിക ജീവിതത്തിന്റെ വാസ്തവികത്വത്തെക്കുറിച്ച്, ക്ഷണികത്വത്തെക്കുറിച്ച് മനസ്സിനെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള അവബോധം ആത്മീയ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അനാദിയായ കാലത്തിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ ആ മഹാപ്രവാഹത്തിലെ ഒരു നീർപ്പോളയായി നാം ജനിച്ചു. ഏതാനും സംവത്സരങ്ങൾ ഇവിടെ ചെലവഴിച്ചതിനു ശേഷം നമുക്ക് ഭൂലോകത്തോട് വിട പറയേണ്ടതുണ്ട്. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുമായാണ് നാം എന്ന സഞ്ചാരി ഇവിടെ എത്തിയിട്ടുള്ളത്. വെറും കൈയോടെ നാം ഈ ഭൂമുഖത്തെത്തി. വെറും കൈയോടെ മാത്രം തിരിച്ചു പോകാനാവൂ. വ്യക്തിത്വത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തർക്കും നിയതമായ കർത്തവ്യങ്ങൾ പ്രകൃതി നൽകിയിട്ടുണ്ട്. ഓരോ കടമയും എത്ര നന്നായി എങ്ങനെ നിറവേറ്റാം എന്നതായിരിക്കണം നമ്മുടെ ചിന്തയും ലക്ഷ്യവും. മനസ്സ് സദാ കർത്തവ്യനിരതമാകട്ടെ. നിങ്ങളുടെ ശേഷിക്കും പരിധിക്കും പുറത്തുള്ള ശ്രമത്തിന് അതീതമായി പ്രശ്നങ്ങൾ ദൈവേച്ഛയാണെന്ന് കരുതി സമാധാനിക്കുക. നിങ്ങളുടെ ജന്മത്തിനും തിരോധാനത്തിനും അതീതമായ ഏറ്റവും പ്രബലമായ പ്രകൃതി നിയമമാണിത്. പിന്നെ എവിടെയാണ് മനക്ലേശങ്ങൾക്ക് സ്ഥാനം? ക്ലേശങ്ങളെ ക്ലേശിക്കുവാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ മാറി നിൽക്കുക. ഇവിടെ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളോടും സമൂഹത്തോടും ധാരാളം കടപ്പാടുകളുണ്ട്. ഈ കർത്തവ്യങ്ങൾ നിങ്ങൾക്കും മറ്റുള്ളവർക്കും സന്തോഷവും സംതൃപ്തിയും നൽകുന്ന വിധത്തിൽ നിറവേറ്റപ്പെടണം. ഇപ്രകാരം കർത്തവ്യനിഷ്ഠനായി ജീവിക്കുമ്പോൾ മനസ്സിന് ശാന്തിയും ലാഘവത്വവും കൈവരും. മനസ്സിന്റെ സ്പഷ്ടതയും നൈപുണ്യവും വർദ്ധിച്ച് മനക്ലേശങ്ങൾ എളുപ്പം പരിഹരിക്കുവാനും പുതിയ പ്രശ്നങ്ങളെ അനാവശ്യമായി ക്ഷണിച്ചു വരുത്താതിരിക്കുവാനും കഴിയും. ആത്മസാക്ഷാത്കാരം. ആറാം ഇന്ദ്രിയത്തിന്റെ സമ്പൂർണതയാണ് ആത്മസാക്ഷാത്കരണം. ജ്ഞാനത്തിന്റെ പരമോച്ഛാവസ്ഥയാണത്. ആത്മസാക്ഷാത്കരണം, വിശ്വസാക്ഷാത്കരണം, സത്യസാക്ഷാത്കരണം ഇവയെല്ലാം ഒന്നു തന്നെ. ഈ പ്രപഞ്ചത്തെ 4 തത്വങ്ങളായി തരംതിരിച്ച് അപഗ്രഥനത്തിന് വിധേയമാക്കാവുന്നതാണ്. 1. ഉണ്മ അഥവാ സത്യം. 2. ഊർജകണം. 3. പിണ്ഡം അഥവാ ദ്രവ്യരൂപങ്ങൾ. 4. അന്തർബോധം. ഉണ്മ അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പൂർണ്ണം എന്നത് സ്ഥിതികാവസ്ഥയാകുന്നു. അതിനെ ആദിമാവസ്ഥ എന്നും വിശ്വജനീനമെന്നും വിരാട് പുരുഷനെന്നും പരമപ്രബുദ്ധതയെന്നും കേവല ശൂന്യതയെന്നും സർവശക്തിത്വമെന്നും ത്രികാല ജ്ഞാനത്വമെന്നും പല പേരുകളിൽ നാം അറിയുന്നു. സ്ഥിതികബോധം എന്ന ഈ ആദ്യ പ്രതിഭാസത്തിൽ നിന്നാണ് എല്ലാ ചലനങ്ങളും ആരംഭിച്ചത്. സ്ഥിതികബോധത്തിന്റെ ചലനാവസ്ഥയാണ് ഊർജം. സ്വയം ഭ്രമണാത്മകമായ സൂക്ഷ്മകണികയാണ് ഊർജം. സ്ഥിതികബോധത്തിന്റെ ഒരു തരംഗമാണിത്. ഓരോ പിണ്ഡവും ദ്രവ്യ ഊർജവും ഊർജകണങ്ങളുടെ സംഘാതമാകുന്നു. പ്രബുദ്ധതയാണ് പ്രപഞ്ചസ്ഥിതിയുടെ ധർമ്മവും സ്വരൂപവും. ഈ അന്തർബോധം അതിൻ്റെ തന്നെ പ്രതിച്ഛായകളായ ചരാചരങ്ങളിലൂടെ സ്വന്തം സൗന്ദര്യ മൂല്യങ്ങളെ ജ്ഞാനത്തിലൂടെ, സംവേദനത്തിലൂടെ, അനുമാനത്തിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മസാക്ഷാത്കരണം എന്ന ഈ വിഷയം ഈ ഗ്രന്ഥത്തിന്റെ ഇഹവും പരവും എന്ന 8ാമത്തെ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നതിനാൽ ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. എല്ലാം ഏകം, എല്ലാം ബ്രഹ്മം, വിരാട് സ്വരൂപത്തിൽ വിവിധ പ്രകാശനങ്ങൾ. ഈ പ്രതിച്ഛായകളെല്ലാം
നിശ്ചിത കാലത്തിൽ ആ വിരാട് പുരുഷനിൽ തന്നെ വിലയം പ്രാപിക്കുമെന്ന തിരിച്ചറിവ്, കാണുന്നതെല്ലാം പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണെന്ന വിവേകം നമ്മെ അദ്വൈത ബോധത്തിലേക്ക് നയിക്കും. നാനാത്വത്തിലെ ഏകത്വം നമ്മുടെ നിരന്തരമായ അവബോധമായി മാറും. ഈ ബോധോദയം മാനവ സാഹോദര്യം എന്ന മഹത്തായ ദർശനത്തിൻ്റെ സ്വാത്വീകരണത്തിലേക്ക് ലോക സമൂഹത്തെ നയിക്കും. മറ്റു മനുഷ്യരുടെ ജീവജാലങ്ങളുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കി അതിനനുസൃതമായി സന്മാർഗബോധം, കർത്തവ്യബോധം, ദീനദയാലുത്വം എന്നീ ത്രിധർമ്മങ്ങളിലൂന്നിയ ഒരു ശ്രേഷ്ഠ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ആത്മസത്തയെ മനസ്സിലാക്കുന്നതിലൂടെ മനുഷ്യനാർജിക്കുന്നത് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആന്തരിക മൂല്യത്തെ അറിയുവാനുള്ള കഴിവാണ്. അവരൻ്റെ ആവശ്യകതകളെ, അഭിലാഷങ്ങളെ, അഭ്യുദയേച്ഛകളെ അറിഞ്ഞും അംഗീകരിച്ചും സ്വകർമ്മങ്ങൾ നിയന്ത്രിച്ചും സന്മാർഗവൽക്കരിച്ചും ജീവിക്കുവാനുള്ള ത്വര നമ്മിൽ രൂഢമൂലമാക്കും. മേൽപ്പറഞ്ഞ ത്രിഗുണങ്ങൾ സന്മാർഗബോധം, കർത്തവ്യനിഷ്ഠ, ദീനദയാലുത്വം അനുപേക്ഷ്യങ്ങളാവുന്നത് ഈ ഒരു ജീവിത ലക്ഷ്യത്തിനു വേണ്ടിയാണ്. പ്രകൃതിയാണ് സമഷ്ടി അഥവാ സമ്പൂർണത. മനുഷ്യനും മറ്റേതു പ്രാണിയും ആ സമഗ്രതയുടെ അംശം മാത്രം. അന്തർബോധത്തെ ഈ അംശികാവസ്ഥയിൽ നിന്നും സമ്പൂർണതയിലേക്ക് വികസിപ്പിക്കുവാൻ പ്രകൃതി ജീവാത്മാവായി. എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ ലക്ഷ്യവും ആത്മീയ വ്യഗ്രതയും പ്രാബല്യവുമാണുള്ളത്. അതിനാൽ ഒരുവൻ മറ്റൊരുവൻ്റെ ജന്മലക്ഷ്യത്തെ മനസ്സിലാക്കുകയും ആ ലക്ഷ്യപൂർത്തീകരണത്തിന് പരസ്പരം സഹായിക്കുകയും വേണം. അവരന് വേദനയും ദുരിതവും നൽകുന്ന ഏതൊരു കർമ്മവും ഏവരും പൂർണ്ണമായി ഒഴിവാക്കണം. ഈ ആത്മദർശനത്തിലൂന്നിയ ജീവിതത്തിലൂടെ ആത്മസാക്ഷാത്കരണം, വിശ്വസാക്ഷാത്കരണം, സത്യസാക്ഷാത്കരണം എന്നീ ജീവിതധർമ്മങ്ങൾ നിറവേറ്റപ്പെടുന്നു. ഈ ആത്മദർശനത്തിലൂന്നിയ ജീവിതത്തിലൂടെ ആത്മസാക്ഷാത്കരണം, വിശ്വസാക്ഷാത്കരണം, സത്യസാക്ഷാത്കാരം എന്നീ ജീവിതധർമ്മങ്ങൾ നിറവേറ്റപ്പെടുന്നു. ഈ ഒരു സാകല്യാവസ്ഥയിലെത്തുന്ന വ്യക്തി ജ്ഞാന സമ്പൂർണ്ണതയാർജിച്ച് എല്ലാ അനാവശ്യമായ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അകന്ന് ആത്മീയ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ആത്മാരാമനായി ജീവിക്കുന്നു. അവൻ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും നിറകുടമായി മാറുന്നു. ധ്യാനത്തിനും ആത്മാവലോകനത്തിനുമൊപ്പം അയത്നലളിതമായ യോഗാസനങ്ങളും ലളിത കുണ്ഡലിനി യോഗചര്യയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യോഗാസനങ്ങൾ ശരീരത്തിലെ രക്തത്തിൻ്റെയും ഊഷ്മാവിൻ്റെയും പ്രാണവായുവിൻ്റെയും സംക്രമണങ്ങൾ ക്രമാനുഗതമാക്കുന്നു. ഈ യോഗവ്യായാമങ്ങൾ എല്ലാ സ്കൈ കേന്ദ്രങ്ങളിലും അഭ്യസിച്ചു വരുന്നുണ്ട്. കായകൽപ്പയോഗം 4 നൂറ്റാണ്ടുകൾ നീണ്ട അശ്രാന്തമായ ഗവേഷണത്തിനു ശേഷം പുരാതന യോഗ സംഹിതയിൽ നിന്നും ഞാൻ സമന്വയിപ്പിച്ച കായകൽപ്പയോഗം കുണ്ഡലിനി യോഗമാർഗത്തിൻ്റെ പരിപൂർണതയാകുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ രസതന്ത്രം പുനർവിന്യാസം ചെയ്യുവാനുള്ള പ്രയോഗക്ഷമത പരിഗണിച്ച് എല്ലാ സ്കൈ കേന്ദ്രങ്ങളിലും കായകൽപ്പയോഗം പ്രത്യേകമായി പരിശീലിപ്പിച്ചു വരുന്നു. കായകൽപ്പയോഗം മുറ അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചില നിബന്ധനകൾ അനുസരിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, അഭ്യസിക്കുന്നയാൾ പുരുഷനായാലും സ്ത്രീയായാലും പ്രായപൂർത്തിയായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 14 വയസ്സെങ്കിലും എത്തിയിരിക്കണം. ഈ യോഗക്രിയ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനോ പരിശീലിപ്പിക്കുവാനോ പാടില്ല. ഇതിനനുസൃതമായി ഒരു വാഗ്ദാനപത്രം ഓരോരുത്തരും ഒപ്പിട്ട് നൽകേണ്ടതാണ്. കായകൾ പരിശീലിക്കുവാനുള്ള അനുവാദം സ്കൈ യോഗ മാർഗത്തിൽ മാസ്റ്റേഴ്സ് കോഴ്സ് കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. ഒരു അംഗീകൃത സ്കൈ മാസ്റ്റർ ആകുന്നതുവരെ കായകൽപ്പയോഗത്തെ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുവാനോ അഭ്യസിക്കുവാനോ പാടില്ല. കായം എന്ന സംസ്കൃത പദത്തിന് മനുഷ്യ ശരീരം എന്നർത്ഥം. കൽപ്പം എന്നാൽ അനശ്വരത. അതിനാൽ ഈ ശരീരത്തെ അനശ്വരവൽക്കരിക്കാനുള്ള യോഗമുറ എന്ന് നിർവചിക്കാം. കായകൽപ്പയ്ക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1. വാർദ്ധക്യത്തിൻ്റെ ഗതി തീവ്രത കുറയ്ക്കൽ, ആരോഗ്യവും യുവത്വവും നിലനിർത്തൽ, മരണത്തെ സ്വേച്ഛാനുസാരിയാക്കൽ. മനുഷ്യ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് ജീവകാന്ത ശക്തിയാണല്ലോ. വാർദ്ധക്യത്തിൽ ജീവകാന്ത ശക്തി ദുർബലമാകുമ്പോൾ കോശങ്ങളുടെ ദ്രവാഭിമുഖത നഷ്ടപ്പെടുകയും ശിഥിലീകരണത്തിന് വിധേയമാകുകയും ചെയ്യും. അങ്ങനെ ശരീരം മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നു. ജീവകാന്ത ശക്തിയുടെ പ്രബലത വർദ്ധിപ്പിക്കണമെങ്കിൽ ജീവകണങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ജീവകണങ്ങളുടെ ആധാരമാണ് ലൈംഗിക വീര്യമായ രേതസ്. രേതസിനെ ജീവശക്തി ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാം. ശരീരകോശങ്ങളും ജീവകണങ്ങളും ജീവകാന്ത ശക്തിയും രേതസ്സും പരസ്പരാശ്രിതത്വത്തിൽ വർത്തിക്കുന്നു. പ്രായമേറുന്തോറും രേതസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരികയും അതിനനുസരിച്ച് ജീവശക്തിയുടെയും ജീവകാന്ത ശക്തിയുടെയും പ്രബലത ക്ഷയിച്ചു വരികയും ചെയ്യുന്നു. ജീവകാന്ത ശക്തിയുടെ കുറവ് ശരീരകോശങ്ങളുടെ ക്രമാനുഗതമായ ശിഥിലീകരണത്തിന് വഴിവെക്കുന്നു. ഇപ്രകാരമാണ് വാർദ്ധക്യം മനുഷ്യ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ സ്വാധീനത്തെ അതിജീവിക്കാൻ ജീവശക്തിയുടെ പ്രാബല്യം മൂല്യം 40 വയസ്സ് വരെ മനുഷ്യന് ബുദ്ധിമുട്ടില്ല. എന്നാൽ 40 വയസ്സിന് ശേഷം രേതസിൻ്റെ ഉൽപ്പാദനക്ഷയം ജീവശക്തിയുടെ വീര്യത്തെ കുറയ്ക്കുകയും കോശ ശിഥിലീകരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. കായകൽപ്പയോഗത്തിൻ്റെ മുഖ്യവശങ്ങൾ വായനക്കാരുടെ അറിവിലേക്ക് ഞാനിവിടെ വിവരിക്കാം.
പ്രാണശക്തിയുടെ സ്രോതസ്സായ ലൈംഗിക വീര്യത്തിൻ്റെ സെക്സ്വൽ വൈറ്റൽ ഫ്ലൂയിഡ് അഥവാ രേതസിൻ്റെ പുനഃചംക്രമണം കായികൽപയോഗ മുറയുടെ ഒരു സവിശേഷ ഘടകമാണ്. ഇതോടൊപ്പം ഈ ക്രിയ നാഡീവ്യൂഹത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ രണ്ട് ക്രിയകൾ രേതസിൻ്റെ പുനർചംക്രമണവും നാഡീവ്യൂഹത്തെ പുഷ്ടിപ്പെടുത്തലും ശരീരപ്രവർത്തനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിലൂടെ, ശാക്തീകരിക്കുന്നതിലൂടെ, ശുദ്ധീകരിക്കുന്നതിലൂടെ വലിയ പ്രയോജനമാണ് അനിഷ്ടാതാവിന് നൽകുന്നത്. രേതസിൻ്റെ പുനർചംക്രമണം മനസ്സിന് ദീക്ഷണാപരമായ സ്പഷ്ടത നൽകുകയും ആത്മബോധോദയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണ ഭാരതത്തിൽ ജീവിച്ചിരുന്ന സിദ്ധാചാര്യന്മാർ സമന്വയിപ്പിച്ച യോഗക്രിയയാണ് കായകൽപ. ആ യോഗവിധിയുടെ സാങ്കേതികത്വവും അഭ്യസന രീതിയും അവർ ദുർഗ്രഹമായ ഗൂഢഭാഷയിൽ താളിയോലയിൽ രേഖപ്പെടുത്തി വെച്ചു. പ്രസ്തുത യോഗക്രിയയുടെ നിരുത്തരവാദിത്വപരമായ ഉപയോഗം തടയുവാനായിരുന്നു അത്. ഏതാനും യോഗവീരന്മാർക്കും ഗൃഹസ്ഥാശ്രമികൾക്കും മാത്രമേ കായകൽപയോഗ പ്രാപ്യമായിരുന്നുള്ളൂ. 40 വർഷത്തെ നിരന്തരമായ ഗവേഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഈ പ്രാചീന യോഗമുറയെ ഞാൻ നവീകരിക്കുകയും പൊതുജനങ്ങൾക്ക് അതുവരെ ലഭ്യമല്ലാതിരുന്ന ഈ വിശേഷജ്ഞാനം പകർന്നു കൊടുക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലും പൂർവേഷ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലുമുള്ള കുടുംബസ്ഥരും അല്ലാത്തവരും ജാതിവർഗഭേദമന്യേ കായകൽപയോഗം പഠിക്കുകയും ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ മനുഷ്യ ശരീര രസതന്ത്രശാസ്ത്രം ഏറ്റവും വിജ്ഞാനദായകമാണ്. ഈ യോഗമുറ ശരീര സംബന്ധികളായ 3 സവിശേഷതകളെ കൈകാര്യം ചെയ്യുന്നു: രേതസ്, സെക്സ്വൽ വൈറ്റൽ ഫ്ലൂയിഡ്, ജീവശക്തി, ലൈഫ് ഫോഴ്സ്, ജീവകാന്തശക്തി, ബയോമാഗ്നറ്റിസം. ഈ 3 പ്രതിഭാസങ്ങളുടെ മൂല്യത്തെ മനസ്സിലാക്കുവാനും അവ 3നെയും ബുദ്ധിപരമായി പ്രയോഗക്ഷമമായി കൈകാര്യം ചെയ്യുവാനും കായകൽപയോഗം നമ്മെ പ്രാപ്തരാക്കുന്നു. പരോക്ഷമായ വിവരണങ്ങളിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഈ യോഗമുറ അഭ്യസിക്കുവാൻ സാധ്യമല്ല. ഒരു അംഗീകൃത സ്കൈ അധ്യാപകരിൽ നിന്ന് നേരിട്ട് പരിശീലിക്കേണ്ടതാണിത്. കായകൽപയോഗമുറ എല്ലാ സ്കൈ കേന്ദ്രങ്ങളിലും 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരിശീലന പദ്ധതിയായി താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സൈദ്ധാന്തിക വശങ്ങളും പ്രായോഗിക മുറകളും വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു വരുന്നു. ഈ ക്രിയ ചെയ്യുവാൻ പ്രഭാതത്തിൽ 7 മിനിറ്റും വൈകുന്നേരം 5 മിനിറ്റും മാത്രമേ ആവശ്യമുള്ളൂ എന്നതിനാൽ എത്ര തിരക്കുള്ള വ്യക്തിയായാലും ഇത് വളരെ സുഗമമായി അനുഷ്ഠിക്കുവാൻ കഴിയും. സംഗ്രഹം: ഭൗതിക ജീവിയായ മനുഷ്യനെ സർഗാത്മകനാക്കുവാനും അവനിൽ ആത്മീയ ഭാവം ഉദ്ദീപിപ്പിക്കുവാനും പ്രാപ്തമായ മനഃശരീരങ്ങളെ ക്രമീകരിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്ന ജീവിതശാസ്ത്രമാണ് കുണ്ടലിനി യോഗം. ഇതിലൂടെ വളരെ സുരക്ഷിതമായി ഒരുവനിൽ സുപ്താവസ്ഥയിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ നിമിഷങ്ങൾക്കകം ഉണർത്തുവാൻ സാധിക്കും. അതിനാലാണ് ഈ യോഗസാധനയെ ലളിത കുണ്ടലിനി യോഗം എന്ന് വിളിക്കുന്നത്. കായകൽപയോഗം കുണ്ടലിനി യോഗശാസ്ത്രത്തിൻ്റെ പരമകാഷ്ഠയാണ്. ജനനത്തെയും മരണത്തെയും നീട്ടിവെക്കുക എന്ന ലക്ഷ്യമാണ് ഈ അഭ്യസന രീതിക്കുള്ളത്. ഇന്ത്യ, മലേഷ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ കായകൽപ പഠന കോഴ്സുകൾ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ട്. കുണ്ടലിനി യോഗം, കായകൽപയോഗം എന്നിവയുടെ ദിനംപ്രതിയുള്ള ആചരണം കർമ്മയോഗാധിഷ്ഠിതമായ സഫലമായ ഒരു ജീവിതത്തിന് വ്യക്തിയെ പ്രാപ്തനാക്കുകയും വിശ്വധർമ്മമെന്ന സാർവജനീകമായ ലൗകികമായ മതത്തിലേക്ക് ആ വ്യക്തിയെ ലക്ഷ്യോന്മുഖനാക്കുകയും ചെയ്യും.